ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അധികം സംസാരം ഒഴിവാക്കി യാത്രകളും സ്ഥലങ്ങളെക്കുറിച്ച് ഇനി കാണിക്കാനുള്ള പരിപാടിയാണ്. വ്യൂവേഴ്സിലൊക്കെ മാറ്റമുണ്ട്. നല്ല രീതിയിൽ വ്യൂവേഴ്സൊക്കെ കയറുന്നുണ്ട്. എല്ലാവരും സഹകരണവും സഹായവും എപ്പോഴും കാണാം. പവർ വരട്ടെ. അപ്പം ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഗ്രാമ കാഴ്ചകളാണ്. റോഡും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഗ്രാമപ്രദേശം ഇങ്ങനെയാണ്. പക്ഷെ വളരെ ഭംഗിയാണ്. ഇവരുടെ ജീവിതം വളരെ ശാന്തമാണ്. നമ്മളെപ്പോലെ തിരക്ക് പിടിച്ച് ജീവിത രീതിയൊന്നുമല്ല ഇവരുടേത്. വളരെ ശാന്തമായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഗൈസ്, അപ്പം നമ്മൾ നഗര കാഴ്ചകളിലോട്ടാണ് ഇനി കയറാൻ പോണത്. ആ ഗ്രാമത്തിൽ കണ്ട ഒരു ശാന്തതയും സമാധാനമൊന്നും നഗരത്ത് കാണില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ടൗൺ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂർ എത്തിയാണ് ഞങ്ങൾ ടൗണിലെത്തിയത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ ടൗൺ പ്രദേശത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അതേപോലെ തിരക്കും കാര്യങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഫ്രൂട്ട്സ് കടയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ട്രാഫിക് എന്നൊക്കെ പറയുമ്പം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഒരു നാട്ടിന് വന്നിട്ട് ഇവിടെ പറ്റി കുറ്റം മാത്രം ഡെയിലി പറഞ്ഞാൽ കാണണവരും കേൾക്കണവരും തന്നെ വരത്തും. അപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ ഇനി പറയാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇപ്പം നഗരപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ വണ്ടികളാണെങ്കിലും നോക്കണം. നമ്മളുടെ ട്രാഫിക് ഓർഡറൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ഏത് രീതിക്കുണ്ടെങ്കിലും പോവാം, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സാരഥി വണ്ടി പറത്തിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കടകളൊക്കെ. എവിടെയെങ്കിലും ബസ് ആയതുകൊണ്ട് എവിടെയെങ്കിലും കറക്റ്റ് പാർക്ക് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഒരു ക്യാരവാനാണ്. അപ്പം ഗ്രാമപ്രദേശങ്ങളിൽ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണം. ഇതിപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാമു ഡിസ്ട്രിക്റ്റ് തന്നെയാണ്, ബീഹാർ ജാർഖണ്ഡ് ബോർഡർ തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പ്ലാമു ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ നിന്ന സ്ഥലത്തു നിന്ന് മാറി വേറൊരു കുറച്ചുകൂടി ഒരു ഔട്ടർ ഏരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ സൈഡാണ്. മരുഭൂമിയൊക്കെയാണ് ഇവിടെ. രാജസ്ഥാനൊന്നുമല്ല, എങ്കിലും ഇങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ്. ഡെയിലി കാണും തോറും ഒരു വെറുപ്പുണ്ടെങ്കിലും ചെറുതായിട്ട് ഇപ്പോൾ വെറുത്ത് തുടങ്ങി. കുഴപ്പമില്ല, കാഴ്ചകളല്ലേ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് ഇവിടെ കിടന്ന് തലങ്ങും വിലങ്ങും കറക്കമാണ്. നമ്മളെ നാട് പോലെ ആയി, ഇപ്പോൾ സ്വന്തം നാട് പോലെ ആയി എനിക്കിപ്പം ഈ സംസ്ഥാനങ്ങളും. പിന്നെ യാത്ര എത്ര ചെയ്താലും മടുക്കൂല. ഇപ്പോൾ ട്രെയിൻ യാത്ര എന്നൊക്കെ ഭയങ്കര മടിയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ട്രെയിനിൽ കയറാൻ മടിയാണ്. ബസ്സിലാണ് ഫുൾ ടൈം. ഒരു ബസ്സുണ്ട്, അതിൽ ഫുള്ള് കറക്കമാണ് ഞങ്ങൾ. പിന്നെ ഈ റോഡൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റോഡുകളാണ്, സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ കൃഷിയാണ്. ഇപ്പോൾ കൃഷി മസ്റ്റേർഡ് ഓയിലിൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് അറിയാം, ഫുള്ളും നെൽപ്പാടങ്ങളിൽ മുഴുവൻ ഇപ്പോൾ മസ്റ്റേർഡ് ഓയിലാണ്. നെൽക്കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളം ഇവിടെ ബോർവെല്ലാണ് അവർ ഉപയോഗിക്കുന്നത്, ചപ്പാക്കൽ പാനി എന്നൊക്കെ പറയും. അപ്പോൾ ബോർവെൽ കുഴിച്ച് അതിലെ വെള്ളം വെച്ചാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇപ്പം ഞാൻ നിൽക്കുന്നത് സാണ്ട എന്ന് പറഞ്ഞ പ്രദേശത്തൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് റിട്ടേൺ വരെയാണ്, സാണ്ട വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ അതിൻ്റെ കാഴ്ചകളാണ്. ഒരു ലോക്കൽ വണ്ടി എടുത്തൊരു കറക്കം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. വൈകുന്നേരം ഫുഡ് വയ്ക്കുള്ള പരിപാടിയുണ്ട് ഗൈസ്. അപ്പോൾ അത് കാണാം നമുക്ക്. രാത്രി ഒരു വെറൈറ്റി ഫുഡ് വയ്ക്കുള്ള പരിപാടിയാണ്. നമ്മളെ നാട്ടുകാരുടെ ഒരാളെ ഹെൽപ്പിന് കിട്ടി. പുള്ളി ഇവിടുത്തെ ലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ആട്ടോയിൽ ലിറ്റി ഉണ്ടാക്കിയാണ്. ലിറ്റി അതിന് ഞങ്ങൾ അവസാനം കണ്ണലിലിട്ട്, നമ്മൾ ഈ ഷവായി ഇന്നോലൊക്കെ കണ്ണലിലിട്ട് വേവിച്ചു. നാട്ടിലത്തെ ഫുഡൊന്നും കിട്ടാത്തതിൻ്റെ ഇവിടെ ഇവിടുത്തെ സാധനം വെച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ലിറ്റി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ വെട്ടത്തിന് വേണ്ടി ഞങ്ങളെ കാരവാൻ്റെ ബാക്ക് സൈഡ് ഡോർ ഓപ്പണാക്കി ലൈറ്റ് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ലിറ്റി ഉണ്ടാക്കി ആട്ടമാവിലാണ് ലിറ്റി ഉണ്ടാക്കുന്നത്. ലിറ്റി ഉണ്ടാക്കി അതിന് കണലിലിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ പച്ചക്കറികളെല്ലാം ഇവിടെ ബോയിൽ ചെയ്താണ് കഴിക്കുന്നത്. തീയിലിട്ട് ചുട്ടൊക്കെയാണ് നമ്മൾ കഴിക്കണം. അവരോട് കൂടിയതിന് ശേഷം ഞാനത് നമ്മൾ വേണമെങ്കിൽ ഗോതമ്പുണ്ട ജയിലുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഉണ്ടയാണ് സാധനം. ടേസ്റ്റ് ഞാൻ മുമ്പ് ഒരു തവണ കഴിച്ചിട്ടുണ്ട്. അത് ഓയിൽ പൊരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണലിൽ ചുട്ടെടുക്കുകയാണ്. ഇത് കണലെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ലേ, ചാണകം പപ്പടം പോലെ ഉണ്ടാക്കിയിട്ട് അതിനെ വെയിലത്തിട്ട് ഉണക്കി തീ കായ ഉപയോഗിക്കില്ല. അതാണ് ഞാൻ ശ്രദ്ധിച്ചേട്ടോ. നല്ല രീതിയിൽ കണൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ തീ വിറവെടുപ്പിനെയും കാട്ടി കുറച്ചുകൂടി നല്ല രീതിക്ക് ബോയിലിംഗ് ആവുന്നുണ്ട്. നന്നായിട്ട് അതിനൊരു തുണിയിൽ വെച്ചിട്ട് വൃത്തിയാക്കുന്നതാണ്, സാഫ് ചെയ്യണതാണ്, അവർ കഴുകുന്നതാണ്. അതിനെ കഴുകണമല്ല, തുടച്ചിടയ്ക്കണം. കാരണം അതിൻ്റെ മുകളിലുള്ള ഈ പൊടിയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സബ്ജി അശ്വൻ്റെ കയ്യിലാണെന്ന് ഇപ്പോൾ ഒരു ഫുഡ് പോയ്സൺ കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം ആവണേ ഉള്ളൂ. ഇനി അടുത്ത ഫുഡ് പോയ്സൺ അടിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ അടിക്കൂല. കാരണം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു വൃത്തിയായി വാഷ കൈയൊക്കെ സോപ്പിട്ട് കഴിയിട്ട് വരാൻ. പുള്ളിയെ കൊണ്ട് കയ്യെ കഴിച്ച് നാട്ടിലൊരാളാണ് പുള്ളി. മുഖമൊന്നും ക്യാമറ വരലെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കൊണ്ടല്ലേ ഇവിടുത്തെ ആളുകൾ ഇത്തിരി പേടിയെന്ന് കൊണ്ടല്ലേ കേസ്. ഇനി ആരെങ്കിലും കണ്ട ആശാൻ വല്ല പഴയ മാവോസെല്ലാം ആണെങ്കിൽ ഈ ഒളിവി താമസിക്കണമെന്ന് എടുത്തിട്ട് പോകണമെങ്കിൽ അത് മേടിച്ചിട്ടായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആശാൻ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്. പുള്ളിയുടെ കൂടെ 2 പയ്യന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അവർ 3 പേരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇതിൽ ഓയിലാണ് ഇപ്പോൾ വീത്തുന്നത്. ഓയിൽ വീത്തി അതിനെ ഇളക്കുന്നുണ്ട്. എന്നിട്ട് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. കണ്ടു നോക്കും. ഓയിൽ तेल और नमक दे रुकिए ना, चेक करवाएंगे. छोटे-छोटे ये कैसे डाल दिए? थाली अपन लेके आइए. हाँ थाली लेके आइए. तो വീഡിയോ പറയണേ, നീ എൻ്റെ മുഖമൊന്ന് വീഡിയോ എടുക്കലും ബാക്കിയൊക്കെ വീഡിയോ എടുത്തോന്നു. ഞാൻ പറഞ്ഞു ഓ ശരി വീഡിയോ എടുക്കലെന്ന് പറഞ്ഞ് വെച്ച് കസറയാണ്. എൻ്റെ ബാബുവിന് മനസ്സിലായി. നമ്മളെ ഡ്രൈവറാണ് ബാബു, അത് ചന്ദ്രൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യണതാണ്. പിന്നെ 2 കൊച്ചു പിള്ളേർ അവിടെ അടുത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള ഒരാളുകളാണ്. ഞങ്ങൾ ഫുഡ് വയ്ക്കുന്നുണ്ടപ്പം വന്ന് ഞാൻ അതിന് ശേഷം ഞങ്ങളുടെ ഓഫീസാണിത്. ഇതൊരു ഗവൺമെൻറ് ഓഫീസാണ്. പിന്നെ ഞങ്ങൾ വെളിയിൽ പരിചയമില്ലാത്ത ആളുകളായിട്ട് എല്ലാം വെളിയിൽ വെച്ചാണ് സെറ്റ് ചെയ്ത്, അകത്ത് കയറ്റിയില്ല. എല്ലാം അടിച്ചുകൊണ്ട് പോയാൽ അങ്ങനെ എടുക്കില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫയലുകളോ എല്ലാം മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അങ്ങനെ വെളിയിലിറക്കി. ആഹാരം ആയിട്ടുണ്ട്. ഞാൻ പാത്രം എടുക്കാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ പോവും. ബാക്കി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. പാത്രം എടുത്തിട്ട് പറഞ്ഞവരാ ഒരു ജസ്റ്റ് റെസ്റ്റ് കേസ്. क्या बाबू अच्छा है? यहाँ दीजिए इसको, यहाँ पर रखिए. ठीक है भैया, ले लीजिए. बैठे ना. हाँ നമ്മൾ നല്ല കൊഴുക്കട്ടയും പിന്നെ ഗോതമ്പുണ്ടയാണ്. പക്ഷേ ഇത് ആട്ടമാവിന നമ്മളെ ഭൂരിക്ക് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ മാവി തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ രാത്രി ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, നമ്മുടെ കാരവാനാണ്, വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം ഉണ്ടോ, വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് പോയതുകൊണ്ട് ചെറിയൊരു
ഇതേകൊണ്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി ലാസ്റ്റ് കിടക്കാനുള്ള തയ്യാറെടുപ്പായി. ഏകദേശം ഒരു 11 മണി 11:30 മണി കഴിഞ്ഞു, ഉറങ്ങാനുള്ള സമയമായി ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്.